പെൻഷൻ സമയത്തിന് കൊടുക്കാൻ കഴിയാത്തത്. അതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. അവരുടെ സാമ്പത്തിക ഉപരോധത്തിനെതിരായി കോടതിയിൽ പോയി. കോടതി അവസാനം കടം വാങ്ങാൻ അനുമതി നൽകി. ആ ഉത്തരവ് വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ആ പെൻഷൻ കൊടുത്തു. ഇതാണ് നാട്ടുകാരെ പറ്റിച്ചിട്ടില്ല. അല്ല, അത് ജനങ്ങളെ മനസ്സിൽ സമയത്തിന് കിട്ടിയില്ലല്ലോ എന്നതാണ്. ഇത് ചെറിയ പൈസയല്ല. പണ്ടത്തെ ആൻ്റണി കൊടുത്ത 100 റുപ്യല്ല, 1600 റുപ്യ. 1600 റുപ്യക്ക് ആ പാവപ്പെട്ട നാണിയെടുത്തിയും മാധുവെടുത്തിയും ഒക്കെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച പണം. അത് സമയത്തിന് കിട്ടാതിരുന്നത് അവരുടെ മനസ്സിൽ ഇടതുപക്ഷ സമയത്ത് തീരുന്നതാണല്ലോ, തന്നില്ലല്ലോ, ഇതവരെ മനസ്സിൽ ബാധിച്ചിട്ടുണ്ട്. ഇതേ ഞങ്ങൾ പറഞ്ഞത് തുറന്നു പറഞ്ഞു. ഒരു നാണിയെടുത്തിയോട് മാതിയെടുത്തിയോട് നമ്മളിപ്പോൾ പറഞ്ഞു ഇതാ ഇപ്പോൾ മാസം തോറും തരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, തരുന്നു. ഇനി അവർ വീണ്ടും ഉപരോധം വേറെ രീതിയിൽ കൊണ്ടുവരും. അന്ന് കൺസോർഷ്യം ഉണ്ടാക്കിയ പൈസയാണ് അവർ തടഞ്ഞു വെച്ചേ കേട്ടാ. ദേശീയപാതക്ക് 5500 കോടി റുപ്യ കേരളം കൊടുത്തതുപോലെ ഇന്ത്യയിൽ ആരെങ്കിലും കൊടുത്തില്ല. അത് കൊടുത്തതെല്ലാം കിഫ്ബിയിലുള്ള ഫണ്ടല്ലേ. അവരിപ്പം പറയുന്ന കിഫ്ബിയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവർ ചെയ്തതാണ് നടപടിയെങ്കിലും നാട്ടുകാർ ഇടതുപക്ഷം എന്തോ പെൻഷൻ കൊടുക്കാതിരുന്നു എന്നുള്ള ചിന്ത വന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, രാഷ്ട്രീയമായി, ഭരണപരമായി, സംഘടനാപരമായി തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോവുകയാണ്. പോലീസിൻ്റെ അടുക്ക് അങ്ങനെ പറയാൻ കഴിയുന്ന ഒന്നുമില്ല. പോലീസിൻ്റെ അടുക്ക് വീഴ്ച എന്ന് പറയണമെങ്കിൽ പോലീസ് വേണ്ടാത്തീനം കാണിക്കണ്ടേ. ഏതെങ്കിലും ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിന് തക്കതായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്യും. പോലീസിൻ്റെ നയമല്ലേ ഒരു ജനപക്ഷ പോലീസിങ് എന്ന് പറയുന്ന നയം. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പാർട്ടി ഇപ്പോൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത്. അന്ന് പാർട്ടി എന്നോട് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിട്ട് പണിയെടുക്കണം. അന്ന് ഒരു നയാ പൈസയും പ്രതിഫലം വാങ്ങാതെ ആടെ 2 കൊല്ലം നിന്നു. അതേ പാർട്ടി പറഞ്ഞ് കണ്ണൂർ വരണം, കണ്ണൂർ വന്നു. ഇനി ഇവിടുന്ന് മാറണമെന്ന് പാർട്ടി പറഞ്ഞാൽ മാറും. അത്ര തന്നെ. ഇതെന്താ, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാലും പ്രവർത്തിക്കും. ഏത് നമ്മുടെ മനസ്സിൽ നിറയെ മാർക്സിസ്റ്റ് ആശയങ്ങളാണ്. അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു തട്ടിപ്പ് പൊട്ടിപ്പൂല്ല. ഈ കോർപ്പറേഷൻകാർ കാണിക്കുന്ന മാതിരി ഒരു നയാ പൈസയുടെ എന്തെങ്കിലും ഒരു ധനമോഹം ഉണ്ടായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്നവരല്ല. അതുകൊണ്ട് അതൊന്നും ഞങ്ങളുടെ മനസ്സിൽ ബാധിക്കുകയില്ല. ഇനി സമ്മേളനത്തിൽ തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും ഞങ്ങൾ അജണ്ട തന്നെ തിരഞ്ഞെടുപ്പാണ്. ഇനി ജയരാജൻ വേണമെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അതൊന്നും ജയരാജനെ ബാധിക്കുന്നതോ പാർട്ടിക്ക് ദോഷകരമായി വരുന്നതോ അല്ല. അതിന് ജയരാജനേക്കാൾ മിടുക്കനായ ഒരാളെ തിരഞ്ഞെടുക്കും പാർട്ടി. അതിലൊന്നും ഭയപ്പെടേണ്ട. എല്ലാം പരിഗണിക്കും. മുതിർന്നവരുടെ അനുഭവ കരുത്തും ചെറുപ്പക്കാരുടെ യൗവന പ്രസരിപ്പും ഇത് രണ്ടും ചേർന്നാണ് പാർട്ടി. KP സഹദേവന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രായം എത്രയായി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ട്രേഡ് യൂണിയൻ്റെ ലീഡറല്ലേ. അതേ ഏത് പ്രവർത്തനത്തിലാണ് പങ്കെടുക്കാത്ത? അദ്ദേഹത്തിൻ്റെ പ്രായത്തിലൊന്നും ഞങ്ങളെത്തൂല. അത് വേറൊരു കാര്യം. അപ്പോൾ പ്രായമുള്ളവരുടെ അനുഭവ കരുത്തും ചെറുപ്പക്കാരുടെ യുവത്വത്തിൻ്റെ പ്രവർത്തിക്കാനുള്ള ചൈതന്യവും ഇത് രണ്ടും ചേരുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ. അതാണ് നമ്മുടെ TS തിരുമുമ്പ് പാടിയത്. തല നരക്കുകയെല്ലെൻ്റെ വാർദ്ധക്യം, തല നരക്കാത്തതെല്ലെൻ്റെ യൗവനം. പിന്നെയോ എന്താ യൗവനം? KP സഹദേവൻ്റെ യൗവനം എന്താ? കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ മുട്ടുമടക്കാത്ത ശീലമാണ് എൻ യൗവനം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് യുവത്വം എന്ന് പറയുന്നത് ഈ തലമുടി നോക്കിയിട്ടല്ല. അയ്യോ, ഞാൻ എൻ്റെ തലമുടി മുഴുവൻ നരച്ചില്ലേ. അല്ല, ടേമൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക്. ടേം കഴിഞ്ഞാൽ മാറുമെന്നുള്ളത് ഭരണഘടനാപരമായ വ്യവസ്ഥ. ടേം പൂർണ്ണമാകാതെയും മാറണമെന്ന് തീരുമാനിച്ചാൽ മാറും. അത്രയല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുക. അത് ജയരാജൻ എന്ന വ്യക്തിയല്ല. അത്രയേ ഉള്ളൂ.